Peter Parker. അങ്ങനെ ഒടുവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്റർനെറ്റിൽ ലീക്കായ രൂപത്തിൽ നിരന്തരം പ്രചരിച്ചുകൊണ്ടിരുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഫൈനൽ ട്രെയിലർ എത്തിക്കഴിഞ്ഞു. എന്നാൽ 8K ക്വാളിറ്റിയിൽ എല്ലാവരും ഇതിനോടകം തന്നെ കണ്ടു കാണും എന്നതിൽ ഒരു സംശയമില്ല. ഈ സിനിമയെക്കുറിച്ച് ഒരു ആദ്യകാല ധാരണ നൽകുന്നതും ആരാധകരുടെ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ട്രെയിലർ അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ട്രെയിലർ മുഴുവനായും പീറ്റർ പാർക്കറുടെ മാറിക്കൊണ്ടിരിക്കുന്ന മ്യൂട്ടേഷൻ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. കോമിക് ചരിത്രത്തിൽ ഈ ഒരു മ്യൂട്ടേഷൻ സ്വഭാവത്തിന് ശക്തമായൊരു പങ്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ സിനിമയിലെ യഥാർത്ഥ വില്ലൻ ആരായിരിക്കുമെന്നോ അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കുമെന്നോ ഇപ്പോഴും കൃത്യമായി പുറത്തു വന്നിട്ടില്ല. ഒരു വശത്ത് സൈഡി സിംഗിനെ ജീൻ ഗ്രേ എന്ന് ഇനിയും കൺഫേം ആവാത്ത കഥാപാത്രം വളരെ ശക്തമായി കാണപ്പെടുന്നു. ട്രെയിലറിലുടനീളം തന്റെ ടെലിപ്പതിക് ശക്തികൾ ഉപയോഗിച്ച് അവൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് കാണാം. മറുഭാഗത്ത് സ്കോർപിയോണും തന്റെ വാരസ്യൂട്ടിൽ വന്ന് സ്പൈഡിയെ തരിപ്പണമാക്കുന്നുണ്ട്. അവിടെ ടൂം സ്റ്റോൺ എന്ന കഥാപാത്രത്തിനായി മാർവിൻ ക്രോണ്ടൻ ജോൺസ് മൂന്നാമനെയും അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ദ ഹാൻഡ് എന്ന സംഘടനയും ഇതിനകം തന്നെ സ്പൈഡിയുടെ പുറകെയാണിപ്പോൾ. ഇവരെ അണിയറ പ്രവർത്തകർ ഒരു പ്രധാന വില്ലനായി ശക്തമായി പ്രൊമോട്ട് ചെയ്യുന്നുമുണ്ട്. ഇവർ 4 പേരും സ്പൈഡിക്കെതിരെ ശക്തരായി വില്ലന്മാരായി പ്രവർത്തിക്കും. ഇതിനെല്ലാം പുറമെ നമ്മുടെ സ്പൈഡി ബോയ് തന്റെ ശാരീരിക മാറ്റങ്ങൾ കാരണം ഇതിനകം തന്നെ അസ്വസ്ഥനാണ്. ഈ മ്യൂട്ടേഷൻ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ അവൻ ഹൾക്ക് AKA പ്രൊഫസർ ബ്രൂസ് ബാനറിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ട്രെയിലറിൽ ഒരു ഗുരുവായി വന്ന് ശരിയായ മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നയാൾ തന്റെ സ്വന്തം ശിഷ്യനെ തന്നെ ക്രൂരമായി മാറാനുള്ള മൂഡിലാണ് കാണപ്പെടുന്നത്. പിന്നെ സുഹൃത്തെ, ആ തണ്ടർ ക്ലാപ്പ്, ആ ഒരു സീനിലത് കാണാൻ എന്ത് രസമായിരുന്നു. അതെ, ഇൻഫിനിറ്റി വാറിന് ശേഷം ആ പഴയ സാവേജ് ഹൾക്കിനെ കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഒരു 9 വർഷം, 8 വർഷം താനോസ് അവനെ നായെപ്പോലെ തല്ലിച്ചതിന് ശേഷമുള്ള സമയം അത്രയുമായിരിക്കാം. അതിനുശേഷം നമുക്ക് സ്മാർട്ട് ഹൾക്കിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ഇങ്ങനൊരു സംഭവം കൂടി കണ്ടപ്പോൾ ട്രെയിലർ തകർപ്പനായിട്ടുണ്ട്. ട്രെയിലറിൻ്റെ ആദ്യത്തെ സീനിൽ തന്നെ നമ്മുടെ സ്പൈഡി സ്കോർപിയോണുമായി ഏറ്റുമുട്ടുന്നത് കാണാം. സ്യൂട്ടിനുള്ളിൽ സ്പൈഡിയുടെ കണ്ണുകൾ കറുപ്പായി മാറുന്നതും കാണാം. പെട്ടെന്ന് ഒരു നിമിഷം മുമ്പ് വരെ സ്പൈഡിയുടെ മേൽ ആധിപത്യം പുലർത്തിയിരുന്ന സ്കോർപിയോണെ നമ്മുടെ സ്പൈഡി ഒരു ചെറിയ കമ്പ് പോലെ നിലത്തടിക്കുകയാണ്. അതൊരു കിള്ളൻ സീനായിരുന്നു. എന്നാലും ഹോം കമ്മിങ്ങിന് ശേഷം നീണ്ട 9 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സ്പൈഡി മാക് ഗാർഗണുമായി മുഖാമുഖം വരുന്നത് കാണാം. ഇവിടെ ഗാർഗന്റെ ഡയലോഗും വരുന്നുണ്ട്. നീ എന്നെ മിസ് ചെയ്തു സ്പൈഡി. എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കറുത്ത കണ്ണുള്ള സ്പൈഡർമാൻ പൂർണ്ണമായും ക്രൂരനും സാവേജുമായിട്ടാണ് കാണപ്പെടുന്നത്. ഹൾക്കിനെ പോലെയുള്ള ശക്തി തന്നെയാണ് അവൻ്റെ ഉള്ളിലും കാണുന്നത്. ഇത് തികച്ചും ക്രൂരമായിരിക്കാൻ പോവുകയാണ്. ടോബി മാഗ്വയറിന്റെ സ്പൈഡർമാന് സിംബയോയിഡ് ബാധിച്ചപ്പോൾ അവനും ഇത്രയും ശക്തനായി മാറിയിരുന്നു. അവനും നിയന്ത്രണം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കൂടാതെ വെനം ദ ലാസ്റ്റ് ഡാൻസ് സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനും അതുപോലെ നോവേ ഹോമിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അവ രണ്ടും ഒരുപോലെയായിരുന്നു. അവിടെ വെനത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം അതേ ബാറിൽ ബാക്കിയായിരുന്നു. ഇതെല്ലാം സംഭവിച്ചത് നോവേ ഹോമിൽ ഡോക്ടർ സ്ട്രേഞ്ച് തൻ്റെ മന്ത്രം കൊണ്ട് എല്ലാ പ്രപഞ്ചങ്ങളുടെയും വാതിൽ തുറന്നതുകൊണ്ടാണ്. സൂപ്പർ ഹീറോകൾ ഇവിടെയും അവിടെയും ടെലിപ്പോർട്ട് ചെയ്യപ്പെടുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇതിനെ പീറ്റർ പാർക്കറുമായി ബന്ധിപ്പിക്കുന്നില്ല. പക്ഷേ അത് ഈ ഭൂമിയിൽ തന്നെയാണ്. അതായത് എർത്ത് 616 ന്യൂയോർക്കിലാണ് ഉപേക്ഷിക്കപ്പെട്ടത്. ഇനി ഗൗരവമേറിയ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്പൈഡിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവൻ പരിണമിക്കുകയാണോ അതോ ഇതൊരു പ്രത്യേകതരം മ്യൂട്ടേഷനാണോ? നോക്കൂ, കോമിക്കുകളിലും സ്പൈഡർമാൻ്റെ ശക്തികൾക്ക് സമാനമായ ചിലത് സംഭവിച്ചിട്ടുണ്ട്. 2006 മാർവൽ ദ ആദർ എന്ന പേരിൽ ഒരു വിവാദമായ സ്റ്റോറിയെല്ലാം പ്രസിദ്ധീകരിച്ചു. അതിൽ പീറ്റർ പാർക്കർക്ക് പെട്ടെന്ന് വിചിത്രമായ ലക്ഷണങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങുന്നു. അവന് തലകറക്കവും ബ്ലാക്ക് ഔട്ടുകളും വരാൻ തുടങ്ങുന്നു. ഒരു ഘട്ടത്തിൽ അവൻ തൻ്റെ വില്ലന്മാരിൽ ഒരാളെ കൊല്ലാൻ പോലും ശ്രമിക്കുന്നു. ഹങ് പിം അവനെ പരിശോധിച്ച് പീറ്റർ എന്തോ നിഗൂഢമായ റേഡിയേഷൻ അധിഷ്ഠിത രോഗത്താൽ ബുദ്ധിമുട്ടുകയാണെന്ന് പറയുന്നതോടെ സാഹചര്യം വളരെ ഗുരുതരമാകുന്നു. തൻ്റെ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാൻ സ്പൈഡർമാൻ ലോകമെമ്പാടുമുള്ള വിദഗ്ധരുടെ അടുത്തേക്ക് പോവുകയാണ്. അവരിൽ ഒരാളാണ് റേഡിയേഷനിലും DNA-യിലും ഏറ്റവും വിദഗ്ധനായി കണക്കാക്കപ്പെടുന്ന ബ്രൂസ് ബാനർ. എന്നാൽ ഈ സമയത്ത് മറ്റൊരു ഭീഷണി മുന്നിലേക്ക് വരുന്നു, മോർലൂൺ. തുടർന്ന് കഥ ഒരു ഞെട്ടിക്കുന്ന തിരിവെടുക്കുന്നു. കാരണം സ്പൈഡർമാൻ മരിച്ചതായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അവൻ മരിക്കുന്നില്ല. അവൻ്റെ മ്യൂട്ടേഷൻ ആരംഭിക്കുന്നു. അവൻ തൻ്റെ ചർമ്മം മുഴുവൻ ഉരിഞ്ഞു കളയുകയും ഒരു ചിലന്തുവലക്കൂട്ടിൽ വെബ് കൊക്കൂണിൽ സ്വയം ചുറ്റുകയും ചെയ്യുന്നു. അവൻ തിരികെ പുറത്തു വരുമ്പോൾ പഴയതുപോലുള്ള സ്പൈഡർമാൻ ആയിരിക്കില്ല, ഒരു പുതിയ ഐഡന്റിറ്റിയായി മാറുകയാണ്. പിന്നീട് താൻ വെറും ഒരു റേഡിയേഷൻ അപകടത്തിൻ്റെ ഫലം മാത്രമല്ലെന്ന് പീറ്റർ പാർക്കർ മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ മൾട്ടിവേഴ്സിലെ ഒരു മിസ്റ്റിക്കൽ ശക്തിയായ ഗ്രേറ്റ് വീവർ എർത്ത് 616 അവതാരമായി തിരഞ്ഞെടുത്ത ഒരു സ്പൈഡർ ടോട്ടമാണവൻ. അവൻ്റെ മരണം അകാലത്തിലുള്ളതാണെന്ന് കണക്കാക്കപ്പെടുകയും അവന് ഒരുതരം പുനർജന്മം നൽകപ്പെടുകയും ചെയ്തു. പക്ഷേ ഒരു നിബന്ധനയോടെ, അവൻ തൻ്റെ 2 ഐഡന്റിറ്റികളും, അതായത് മനുഷ്യ സ്വഭാവവും ചിലന്തി സ്വഭാവവും ഒരുപോലെ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ അവന് തൻ്റെ യഥാർത്ഥ കഴിവിലേക്ക് എത്താൻ കഴിയൂ. ഇതാണ് ബ്രാൻഡ് ന്യൂ ഡേയും കോമിക്കും തമ്മിൽ ഇത്രയധികം സാമ്യതകൾ കാണാൻ കാരണം. സിനിമയിലും പീറ്റർ വിചിത്രമായ മ്യൂട്ടേഷനുകൾ നേരിടുന്നുണ്ട്. അവൻ്റെ ഉള്ളിൽ മൃഗതുല്യമായ ചോദനകൾ വളരുകയാണ്. അവൻ ബ്രൂസ് ബാനറുടെ സഹായം തേടുന്നത് കാണാം. ട്രെയിലറിൽ അവനൊരു വെബ് കൊക്കൂണിൽ നിന്ന് പുറത്തു വരുന്നതായും കാണിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് ഈ സിനിമ കോമിക്കിലെ ദ അതർ സ്റ്റോറി ലൈനിൽ നിന്ന് കുറച്ചുപക്ഷം ആശയപരമായ തലത്തിലേക്കും പ്രചോദനം ഉൾക്കൊള്ളുന്നുണ്ടെന്ന് വ്യക്തമായ സൂചന ലഭിക്കുന്നത്. പിന്നെ രസകരമായൊരു വ്യത്യാസം, കോമിക്കിൽ പീറ്റർ തന്നെ ചിലന്തി സ്വഭാവത്തെ അടിച്ചമർത്തുകയായിരുന്നു. തൻ്റെ ഉള്ളിലെ ആ സ്പൈഡറിനെ അംഗീകരിക്കാൻ അവൻ ഭയപ്പെട്ടു. ഇതേ തുടർന്നാണ് അവൻ്റെ മ്യൂട്ടേഷൻ ഉണർന്നത്. എന്നാൽ ബ്രാൻഡ് ന്യൂ ഡേയിലെ പീറ്റർ തികച്ചും വിപരീതമായ സാഹചര്യത്തിലാണ് കാണപ്പെടുന്നത്. നോവേ ഹോമിന് ശേഷം അവൻ മിക്കവാറും എല്ലാവരുമായുള്ള ബന്ധവും അവസാനിപ്പിച്ചു. അവൻ്റെ മുഴുവൻ ഐഡന്റിറ്റിയും സ്പൈഡർമാനായി മാറി. മാസ്കിന് മുന്നിലെ പീറ്റർ പാർക്കർ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഒറ്റയ്ക്കായി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ രണ്ടാമത്തെ ട്രെയിലർ ഈ തിയറിയെ കൂടുതൽ പിന്തുണയ്ക്കുന്നു. അവിടെ ബ്രൂസ് ബാനർ പീറ്ററിനോട് ചോദിക്കുന്നുണ്ട്, മ്യൂട്ടേഷൻ കൂടി വന്നാൽ തൻ്റെ ഉള്ളിലെ ഏത് ഭാഗത്തെയാണ് സ്വീകരിക്കേണ്ടതെന്നും ഏത് ഭാഗത്തെയാണ് നിയന്ത്രിക്കേണ്ടതെന്നും അവൻ എങ്ങനെ തീരുമാനിക്കുമെന്ന്. പുറമേ ഇതൊരു സാധാരണ ഡയലോഗായി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഈ കഥാപാത്രത്തിൻ്റെ മുഴുവൻ വളർച്ചയിലേക്കുമാണ്, ക്യാരക്ടർ ആർക്കിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ മ്യൂട്ടേഷൻ എന്തുകൊണ്ടാണ് ആരംഭിച്ചത്? ഇവിടെയാണ് കൺഫേം അല്ലാത്ത സൈഡ് സിങ്ങിൻ്റെ നിഗൂഢമായ കഥാപാത്രം കടന്നു വരുന്നത്. ന്യൂയോർക്കിൽ ഏതോ അറിയപ്പെടാത്ത സൈക്കിക് അല്ലെങ്കിൽ അമാനുഷിക സാന്നിധ്യം സജീവമാണെന്ന ട്രെയിലറിൽ ശക്തമായ സൂചന നൽകുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡാമേജ് കൺട്രോളും ആ ഭീഷണിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ രസകരമായ കാര്യം, സ്പൈഡർമാൻ ആ ശക്തി ബാധിക്കുന്നില്ല, ഇമ്മ്യൂണാണെന്നാണ് കരുതുന്നത്. ബാധിക്കാത്തത് മാത്രമല്ല, മറ്റുള്ളവർക്ക് കഴിയാത്തപ്പോൾ അവൻ ആ സാന്നിധ്യം തിരിച്ചറിയാനും കഴിയുന്നുണ്ട്. അത് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ സ്വാധീനിക്കപ്പെടുന്നതായി കാണാം. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറുന്നതായും തോന്നുന്നു. ആരാണത്? നമ്മുടെ ജീൻ ഗ്രേ. നമുക്ക് അവളെ ഇപ്പോൾ ജീൻ ഗ്രേയെ കണക്കാക്കാം, സൈഡ് സിങ്ങിനെ. എല്ലാവരും മരവിച്ച് പോകുന്നത് കാണാം. കാരണം ജീൻ ഗ്രേക്ക് ഭയങ്കര ശക്തിയുണ്ട്. എളുപ്പത്തിൽ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ടെലിപ്പതിക് ശക്തി. സംശയമില്ല, അവൾ പ്രൊഫസർ എക്സിനെ പോലും തോൽപ്പിച്ചതാണ്. അപ്പോൾ പിന്നെ ഇവർ വെറും സാധാരണക്കാരാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അത് സത്യമാണെങ്കിൽ പീറ്ററിൻ്റെ മ്യൂട്ടേഷൻ വെറുതെ സംഭവിക്കുന്നതാകാൻ വഴിയില്ല. വരാനിരിക്കുന്ന ഏതെങ്കിലും ഭീഷണിക്കുള്ള മറുപടിയായി അവൻ്റെ ശരീരവും ചിലന്തി ശക്തികളും പരിണമിക്കുന്നതുമാകാം. അതായത് അവൻ്റെ ഈ മാറ്റം ഒരു രോഗമല്ല, മറിച്ച് ഒരു പരിണാമപരമായ പൊരുത്തപ്പെടൽ, എവല്യൂഷണറി അഡാപ്റ്റേഷൻ ആയിരിക്കാം. അതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അത്രയധികം ശക്തിയായ ജീൻ ഗ്രേക്കെതിരെ ഉള്ളത്. കൂടാതെ ട്രെയിലറിൽ സൈഡ് സിംഗ് പീറ്ററിനെ നേരിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ MJക്ക് ഭീഷണി ഉയർത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. കൂടാതെ നീ വിശ്വസിച്ചേ മതിയാകൂ എന്നൊരു ഡയലോഗും. അതിന് തൊട്ടു പിന്നാലെ പീറ്റർ MJയുടെ അടുത്ത് നിൽക്കുന്നത് നമ്മൾ കാണുന്നു. അവനവളെ രക്ഷിക്കാൻ വന്നതാണ്, കൂടാതെ നീ എന്നെ വിശ്വസിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു. MJയുടെ പ്രതികരണം അല്പം വിചിത്രമാണ്. കാരണം അവൾ പീറ്റർ പാർക്കറെ പൂർണ്ണമായും മറന്നുപോയിരിക്കുന്നു. പക്ഷേ പീറ്ററിന് ആ വേദനയിൽ നിന്ന് ഇതുവരെ കരകയറാൻ കഴിഞ്ഞിട്ടില്ല, അല്ലേ? ഒരു വശത്ത് പ്രണയത്തിലെ നമ്മുടെ പാവം പീറ്ററുമായി ഇപ്പോഴും ഉണ്ട്. അടുത്ത സീനിൽ നമ്മൾ പീറ്ററിനെ ഫ്രാങ്കിനൊപ്പം കാണുന്നു. ഫ്രാങ്ക് കാസൽ, നമ്മുടെ പണിഷർ സഹോദരൻ. അവൻ MJയെ തൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഒരുപക്ഷെ അവളുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായിരിക്കാം അവൻ അവിടെ പോയത്, അതായത് MJയുടെ സംരക്ഷണത്തിന് വേണ്ടി. അപ്പോൾ ഇവിടെ ഫ്രാങ്ക് MJക്ക് കാവൽ നിൽക്കുന്നതും കാണാം. എന്നാൽ ഇവിടെയാണ് മറ്റു കാര്യം വരുന്നത്. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ സൈഡ് സിംഗ് ഫ്രാങ്ക് കാസലിനൊപ്പം നിൽക്കുന്നൊരു ഫോട്ടോ പുറത്തു വരികയോ ലീക്കാവുകയോ ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിവിടെ എന്താണ് കരുതേണ്ടത്? ജീൻ ഗ്രേ MJയുടെ അടുത്തേക്ക് എത്തിയോ? സിനിമയിൽ കാണാം. കൂടാതെ ജീൻ ഗ്രേ ബ്രൂസ് ബാനറെ നേരിട്ട് സ്വാധീനിക്കുന്നതായി കാണാം. അതിനുശേഷമായി ബ്രൂസ് ബാനർ തൻ്റെ സാവേജ് ഹൾക്ക് മോഡിൽ സജീവമാകുന്നതും കാണാം. ആ തണ്ടർ ക്ലാപ്പ് ഒരു കിടിലൻ നിമിഷമാണത്. അതുകൂടാതെ സൂക്ഷിച്ചു നോക്കിയാൽ പീറ്റർ ഹൾക്കിൻ്റെ മേൽ വലകൾ എറിഞ്ഞിരിക്കുന്നത് കാണാം. അതായത് അവൻ ഹൾക്കിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരിക്കണം. എന്നാൽ ആ ഹൾക്ക് ബസ്റ്ററിന് പോലും ഹൾക്കിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കൊച്ചു പീറ്ററിൻ്റെയും മെലിഞ്ഞ ചിരുന്തുകൾ ഹൾക്ക് ബോയോട് എന്ത് ചെയ്യാനാണ്? എന്തായാലും നമ്മൾ അനുമാനിച്ചിരുന്ന പോലെ തന്നെ, അതായത് ഹൾക്ക് സ്വാധീനിക്കപ്പെട്ട് സാവേജ് ബീസ്റ്റ് മോഡിലേക്ക് മാറുമെന്ന്. അതുതന്നെയാണ് ഇവിടെ കാണുന്നത്. അതായത് സൈഡ് സിംഗ് അല്ലെങ്കിൽ ജീൻ ഗ്രേ എന്ന് പറയാം, അവരെ നേരിട്ട് സ്വാധീനിക്കുകയാണ്. വാൻഡ, നമ്മുടെ വാൻഡ മാക്സിമോ ഹൾക്കിനെ സ്വാധീനിച്ചപ്പോൾ ഉണ്ടായ അതേ നിമിഷം പോലെയാണത്. അതിനുശേഷം ജോനാസ്ബർഗിൽ നടന്ന സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. ട്രെയിലറിൻ്റെ അവസാനം ഹൾക്ക് ഒരു കെട്ടിടം തകർത്ത് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ജോനാസ്ബർഗ് നിമിഷം നമുക്ക് ഇവിടെയും കാണാൻ കഴിയുമോ? പക്ഷേ പീറ്റർ എങ്ങനെയും ഗ്രീൻ മോൺസ്റ്ററെ ശാന്തനാക്കും? അന്ന് അയൺമാൻ ഹൾക്ക് ബസ്റ്ററിൻ്റെ സഹായത്തോടെ എങ്ങനെയൊക്കെയോ അത് ചെയ്തു. ഹൾക്കിനെ നിയന്ത്രിക്കാൻ മാത്രം ഒരു നഗരം മുഴുവൻ നശിപ്പിക്കേണ്ടി വന്നു. ഇവിടെ നമുക്ക് നോക്കാം ന്യൂയോർക്കിൻ്റെ അവസ്ഥ എന്താകുമെന്ന്. കൂടാതെ നമ്മുടെ പീറ്റർ ഓർഗാനിക് വെബിംഗ്, ശരീരത്തിൽ നിന്ന് നേരിട്ട് വലയുണ്ടാക്കുന്ന പരിപാടി അത് നടത്തുന്നുണ്ട്. അതും വളരെ കൂളായ രീതിയിൽ. ഈ ഓർഗാനിക് വെബിംഗ് പീറ്ററിന് കിട്ടിയ ഒരു അനുഗ്രഹം പോലെയാണ് തോന്നുന്നത്. അവൻ എവിടെയും വലകൾ വിരിക്കുകയാണ്. അവൻ അൺലിമിറ്റഡ് വെബിംഗ് ലഭിച്ചോ? കാരണം ടോബി മഗ്വയറിന്റെ വാക്കുകൾ ഓർക്കുകയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ ഇത് തീരുമെന്നും പിന്നീട് തനിക്ക് റിക്കവർ ചെയ്യേണ്ടി വരുമെന്നും അവൻ പറയുന്നുണ്ട്. ഇവിടെ നോക്കൂ, ദ ഹാൻഡിനെ നേരിടുമ്പോൾ സ്പൈഡി വലിയ അളവിൽ വലകൾ പുറത്തുവിടുന്നത് കാണാം. ഒരു വാട്ടർ ഫൗണ്ടൻ പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്, കൃത്യമായി അതുപോലെ തന്നെ. അതുകൂടാതെ നമ്മുടെ പീറ്റർ സഹോ തൻ്റെ മ്യൂട്ടേഷൻ അടിച്ചമർത്തുന്നതിനായി ഒരു ESU ഹൂഡി ധരിച്ചിട്ട് ബ്രൂസിനോട് ടിപ്സ് ചോദിക്കാൻ പോയിട്ടുണ്ട്. എന്തായാലും അവൻ്റെ ആ സപ്രസിംഗ് ഡിവൈസുകൾ പീറ്റർ പാർക്കറിൽ അത്ര നന്നായി പ്രവർത്തിക്കുന്നില്ല എന്ന് ക്ലിയറായി കഴിഞ്ഞു. എന്നാൽ ഇവിടെ രസകരമായ കാര്യം ESU എന്നത് ഗൺ സ്റ്റേസിയും പഠിക്കുന്ന അതേ എംബിയർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് എന്നതാണ്. കൂടാതെ ബ്രാൻഡ് ന്യൂ ഡേയിൽ ഗൺ സ്റ്റേസിയുടെ കഥാപാത്രത്തെയും കാണാൻ കഴിയുമെന്ന് നമുക്ക് റൂമറുകൾ ലഭിച്ചിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, കാരണം ഒരുപാടുണ്ട്.
ബ്രാൻഡ് ന്യൂ ഡേയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കാൻ പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ടോം ഹോളണ്ടിന്റെ പീറ്റർ പാർക്കറെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ കാണില്ലെന്നും റൂമറുകൾ വന്നിരുന്നു. കൂടാതെ ഡൂംസ്ഡേയിൽ നമുക്ക് ടോബി മാഗ്വയറുടെ സ്പൈഡർമാനെ പൂർണ്ണമായും ശരിയായ രീതിയിൽ കാണാൻ കഴിയും. ആ വെർഷന് നല്ല രീതിയിൽ തന്നെ സ്ക്രീൻ ടൈം നൽകും എന്നൊക്കെയാണ് റൂമറുകൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഫൈനൽ ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്പെഷ്യൽ കൊച്ചു വീഡിയോ. എന്തെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങൾ വിട്ടു പോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലോ തീർച്ചയായും അത് പങ്കുവയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് അടുത്ത ഒരു എക്സ്പീരിയൻസുമായി നമുക്ക് വീണ്ടും കാത്തിരുന്ന് കാണാം. നിങ്ങൾ ആപത്തിലാണ്. ഇപ്പൊ എന്നെ വിശ്വസിച്ചേ പറ്റൂ.